ഫെബ്രുവരി 22, 23, 24 തീയതികളിൽ കണ്ണൂരിൽ നടക്കുന്ന AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെയും പാട്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ പരിപാടിയിൽ അന്താരാഷ്ട്ര കോൺഗ്രസ്സിൽ 50,000 രൂപ വരെ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകണം എന്നുള്ള ഉത്തരവ് സർക്കാർ നിർബന്ധമായും പിൻവലിക്കണം. സംസ്ഥാനം സാമ്പത്തികപരമായി തകർന്നു കിടക്കുന്നൊരു സാഹചര്യത്തിലാണുള്ളത്. സാമ്പത്തികപരമായി തകർന്നു കിടക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു ഭാരിച്ച ചെലവ് ഓരോ തദ്ദേശ സ്ഥാപനത്തോടും കൊടുക്കണമെന്ന് പറയുന്ന അത് അംഗീകരിക്കാൻ കഴിയില്ല. തദ്ദേശ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള റോഡുകൾ, തോടുകൾ, അത്തരം സ്ഥലങ്ങളിൽ വികസനം നടക്കുന്നില്ല, കാശില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊരു സാഹചര്യത്തിൽ സർക്കാർ 50,000 രൂപ വരെ കൊടുക്കണമെന്ന് പറയുന്ന നടപടി സർക്കാർ നിർബന്ധമായും ആ ഉത്തരവ് പിൻവലിക്കണമെന്നാണ് BJPക്ക് ആവശ്യപ്പെടാനുള്ളത്. മറ്റൊന്ന്, ഇത് CPM സ്പോൺസേഡ് പരിപാടിയാണ്. CPM സ്പോൺസേഡ് പരിപാടിക്ക് സർക്കാർ ഫണ്ടിൽ നിന്ന്, തദ്ദേശ സ്ഥാപന നിങ്ങളുടെ തനത് ഫണ്ടിൽ നിന്ന് എന്തിനു വേണ്ടി കാശ് കൊടുക്കണം? CPMൻ്റെ പാർട്ടി വളർത്താൻ വേണ്ടി സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ മറ്റൊരു കാര്യം നാം ചിന്തിക്കേണ്ടത്, ഈ കാലാവധി എത്താൻ പോവുകയാണ്, 5 വർഷം പൂർത്തിയാവാൻ പോവുകയാണ് നിലവിലുള്ള ഭരണസമിതി അംഗങ്ങൾക്ക്, പഞ്ചായത്ത് പ്രതിനിധികൾക്ക്, ജനപ്രതിനിധികൾക്ക്. നവംബർ 1 കൂടി പുതിയ ഭരണസമിതി നിലവിൽ വരേണ്ടതാണ്. പുതിയ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷമാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് ഏറെക്കുറെ അതിനെക്കുറിച്ചൊരു സതുദ്ദേശപരമാണെന്ന് പറയാം. ഈ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഉത്തരവ് 50,000 രൂപ വരെ പണം നൽകണമെന്ന് പറയുന്ന ഉത്തരവ് ഈ സമയത്ത് ഇങ്ങനെ ഒരു അസമയത്ത് വെക്കുന്ന ഈ ഒരു പരിപാടി, ഇത് CPMൻ്റെ പാർട്ടി പരിപാടിയാണ്. CPMൻ്റെ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി തദ്ദേശ സ്ഥാപന അംഗങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി ഉള്ള ഒരു പരിപാടി മാത്രമാണ്. നിർബന്ധമായും സർക്കാർ ഇതിന് പിൻവാങ്ങണമെന്നാണ് BJPക്ക് പറയാനുള്ളത്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരുപാട് ദുരൂഹതകളാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതായത് ഉത്തരവിനകത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 1000 ആൾക്കാരെ രജിസ്ട്രേഷൻ ഫീസ് വാങ്ങി തന്നെയാണ് ഇതിനകത്ത് ആൾക്കാർ പങ്കെടുപ്പിക്കുന്നത്. അതിന് പുറമേ നിന്നുള്ള ചില വ്യവസായികളുടെയും സാധാരണ രീതിയിൽ സമാഹരിക്കുന്ന തുക ഉൾപ്പെടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പഠന കോൺഗ്രസ് നടത്താൻ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുകയും അതിൽ നിന്നൊരു അഴിമതി നടത്തുകയാണ് CPM ഉദ്ദേശിക്കുന്നതെന്ന് കരുതാനാവുന്നു. തീർച്ചയായും. അതായത് ഈ അംഗങ്ങളിൽ നിന്ന് രജിസ്ട്രേഷൻ ഫീ ഇനത്തിൽ പൈസ വാങ്ങുന്ന ഒരു ഭാഗത്ത്, തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് 50,000 രൂപ വരെ തുക നൽകണമെന്ന് പറയുന്നു. കോടിക്കണക്കിന് ഉറുപ്പിക CPMന് വെട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണിത്. CPMന് പണമുണ്ടാക്കാൻ, പാർട്ടി ഫണ്ട് ഉണ്ടാക്കാൻ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഫണ്ട് കണ്ടെത്താൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങളാണിതൊക്കെ. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാതാണ്. ജനാധിപത്യത്തിന് ചേർന്നതല്ല, ഒരു ജനാധിപത്യ സംവിധാനത്തിന് ചേർന്നതല്ല. ഒരു ജനാധിപത്യ പ്രവർത്തനത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടം ഒരിക്കലും ചെയ്യാൻ പാടില്ലാതാണ്. ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയാത്ത വിഷയമാണിത്. മറ്റൊരു കാര്യം നാം ചിന്തിക്കേണ്ടത്, ഇതിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഇന്ന് രാവിലെ കണ്ണൂരിലൊരു പ്രഭാത സവാരി നടന്നു. അതിൻ്റെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ കളക്ടറാണ്. ഒരു CPM സ്പോൺസേഡ് പ്രോഗ്രാം എന്നുള്ളതിൻ്റെ പേരിൽ CPMൻ്റെ ആളുകൾ പ്രത്യേക വേഷമണിഞ്ഞ് നടത്തുന്നൊരു പരിപാടിയിൽ കളക്ടർ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണൂർ ജില്ലാ കളക്ടറെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. ADMൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് കളക്ടർ. ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം പ്രതിയാണ്. PP ദിവ്യ 1ാം പ്രതിയും കണ്ണൂർ കളക്ടർ 2ാം പ്രതിയുമായി കാണേണ്ട ഒരു സംഭവമാണത്. PP ദിവ്യക്ക് അനുകൂലമായിട്ടാണ് കളക്ടർ മൊഴി നൽകിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് കണ്ണൂരിൽ CPMൻ്റെ ഇത്തരം ആളുകളെ സഹായിക്കാൻ നാവ് കൊണ്ട് കൊലപ്പെടുത്തിയ ഒരു സംഭവത്തിൽ ആ കൊലയാളിക്ക് വേണ്ടി പിന്തുണക്കുന്ന അനുകൂലമായി മൊഴി നൽകിയ കളക്ടർ ഇന്ന് CPMൻ്റെ മറ്റൊരു സ്പോൺസേഡ് പ്രോഗ്രാമിൽ പങ്കെടുത്തിരിക്കുന്നു. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ, ഒരു കളക്ടർ അരുൺ K. വിജയൻ കണ്ണൂരിലെ കളക്ടർ സ്ഥാനത്ത് മാറി നിൽക്കണം. അദ്ദേഹം CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആവുന്നതാണ് നല്ലത്. ഇത്തരമൊരു കളക്ടറെ നമുക്ക് ആവശ്യമില്ല. CPMന് വേണ്ടി വിടുപണി ചെയ്യുന്ന, CPMൻ്റെ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി പ്രചരണം നടത്തുന്ന ഒരു കളക്ടർ കണ്ണൂർ ജില്ലാ പദവിയിൽ നിന്ന് ഒഴിവാകണമെന്നാണ് BJPക്ക് ആവശ്യപ്പെടാനുള്ളത്.